ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പെട്ടെന്ന് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ലെങ്തേ കാണത്തുള്ളൂ, പക്ഷെ നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും കേൾക്കണം. നിങ്ങൾ ഇപ്പം നിൽക്കുന്ന നിങ്ങളുടെ ഒരു സ്കോറിൽ നിന്നും നിങ്ങളെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് എത്തിയത്. ഞാൻ ഇതിൽ നിങ്ങൾ തമ്പനയിലിന് കണ്ടതുപോലെ ആർ യു വറീഡ് അബൌട്ട് നീറ്റ് 2025 എന്ന് തന്നെയാണ് ഞാൻ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും, ഞാൻ എൻട്രൻസ് ഫീൽഡിലെ അധ്യാപകനായിരുന്നു. കേരളത്തിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കും. പക്ഷെ എനിക്കറിയാം, എക്സാമിന്റെ അവസാന സമയമാകുമ്പോഴത്തേക്ക് ഇവർ വളരെ ടെൻസ്ഡ് ആയിട്ട്, ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ കില്ലർ. നിങ്ങൾ ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഒരു ദോഷം ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു ഇമ്പാക്ട് നിങ്ങളുടെ ലൈഫിൽ. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് നിങ്ങൾ എക്സാമിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആകുന്നത്. ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യം പോസിറ്റീവായിട്ടിരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ബി കോൺഫിഡന്റ് എന്ന് തന്നെ എല്ലാവരും പറയാറല്ലേ. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആരും നിങ്ങളെ വിശ്വസിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. എനിക്കിത് പറ്റും, നീറ്റ് 2025 എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസിൽ വേണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകാൻ. ഈ വർഷം ഡോക്ടർ ആകും എന്ന് വിശ്വസിക്കുന്ന, കോൺഫിഡൻസ് ഉള്ള, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ നിങ്ങൾ ഒന്ന് ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊന്നിനു വേണ്ടിയല്ല, അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കരുത്ത് ഞങ്ങൾക്ക് ആ കമന്റിലൂടെ കിട്ടുന്നതായിരിക്കും. മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാരണവശാലും നിങ്ങൾ എക്സാമിനെ ഓർത്ത് ടെൻഷൻ ആവേണ്ട. ഇനിയുള്ള ആ ദിനങ്ങളിൽ ഓരോ ദിവസവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളാലാകും എന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്പം ഇന്നലെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ പാർട്ട് വൈസ്, ക്ലാസ് വൈസ് ആണ് ഞാൻ വീഡിയോ ഡിസ്കഷൻ ഇടുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഏരിയ ആണ് കൂടുതൽ സ്ട്രോങ്, ഏത് ചാപ്റ്റർ ആണ് ഇനിയും കൂടുതൽ പഠിക്കാനുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിടുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മോക്ക് സീരീസ്, അവസാനം എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു മോക്ക് സീരീസ് നിങ്ങൾക്ക് ഞങ്ങൾ നടത്തി തരുന്നതാണ്. സോ നിങ്ങൾ കോൺഫിഡൻസോടിരിക്കുക, അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ട് ഇനിയുള്ള മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. എനിക്ക് ആകെ അതേ പറയാനുള്ളൂ. എക്സാം കഴിയുന്നിടം വരെ എഡ്യൂക്കേറ്റർ ലേണിംഗ് നിങ്ങളുടെ ഒപ്പം, നിങ്ങളെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അടിപൊളിയായിട്ടിരിക്കുക, കോൺഫിഡൻസോടിരിക്കുക. മെയ് 4 എക്സാം നമുക്കുള്ളതാണ്. നിങ്ങൾ ആ ഒരു വിശ്വാസം നിങ്ങളൊന്ന് കാണിക്കുക. ഇനി അടുത്തൊരു കാര്യം, പൊതുവെ കുട്ടികൾ ഈ സമയത്ത് ടെൻഷൻ ആവാനുള്ള പ്രധാനപ്പെട്ട 2 റീസൺ ഞാൻ കണ്ടുവരുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ നീറ്റിനൊരു ആവറേജ് കട്ട് ഓഫ്, നമുക്കൊരു ഗവൺമെന്റ് സീറ്റിൽ പഠിക്കണമെങ്കിൽ ഇത്ര എങ്കിലും നമുക്കൊരു കട്ട് ഓഫ് വേണം എന്നൊരു കാര്യം നിങ്ങൾക്കറിയാം. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. അപ്പൊ 650+ ആയിരുന്നു കട്ട് ഓഫ്. പക്ഷെ ഈ വർഷം നമുക്കൊരു 600+ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ റൈറ്റ് നൗ നിങ്ങളുടെ സ്കോർ മേ ബി ആ കട്ട് ഓഫിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവുകയില്ല. ഇതാണ് നിങ്ങൾ ടെൻഷൻ ആക്കുന്ന ഒരു കാരണം. മോക്ക് സീരീസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മേ ബി 300+ അല്ലെ 500+ ഒക്കെ ആയിരിക്കാം. പക്ഷെ കട്ട് ഓഫ് 600 ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇതാണ് ഒരു ടെൻഷൻ. അപ്പൊ അതിനെങ്ങനെ ഒന്ന് ഓവർകം ചെയ്യാം, അല്ലെ അതിനെ എങ്ങനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നതാണ്. രണ്ടാമത് നിങ്ങളെ ടെൻഷൻ ആക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഇനിയും പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ കുറെ ടോപ്പിക്ക് നിങ്ങൾക്ക് പെൻഡിങ് ആയിരിക്കും. ഇതൊക്കെയാണ് അതിന് കാരണമെന്നറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ മുഴുവൻ പഠിക്കാൻ നിൽക്കരുത്. അതൊരു ബയോളജി ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ പഠിക്കാം, കാര്യം അതിനുള്ള സമയം നമുക്ക് പെട്ടെന്ന് കിട്ടാം. പക്ഷെ അതൊരു ഫിസിക്സോ കെമിസ്ട്രിയോ ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഇനി അത് മുഴുവൻ പഠിക്കാൻ നിൽക്കാതെ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 5-10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ചോദിച്ച ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കഴിഞ്ഞ ഒരു 5 വർഷത്തെ എടുത്താൽ മതി. 5 വർഷത്തെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സുകൾ എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ടാവത്തില്ല. മെജോറിറ്റി ഇന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആ ടോപ്പിക്ക് മാക്സിമം പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അങ്ങനെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ വേണ്ടത്ര സ്കോറിലേക്ക് റൈറ്റ് നൗ എത്തിയിട്ടുണ്ടാവത്തില്ല. മേ ബി നമ്മൾ നിൽക്കുന്ന സ്കോർ മേ ബി ഒരു 300+.
അല്ലെങ്കിൽ 500 ആ ഒരു റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. കട്ട് ഓഫിൽ നിന്ന് കുറച്ച് മാറി തന്നെയാണ് നിൽക്കുന്നത്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തരുന്നു. ഞാൻ എൻ്റെ ഒരു പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് പാരലൽ ആയിട്ട് തന്നെ PYQ അതേപോലെ മോക്ക് സീരീസിന് നിങ്ങളെ ഞങ്ങൾ ഈ വരുന്ന മെയ് 4-ാം തീയതി വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മെയ് 4-ാം തീയതി അല്ല, അത് കഴിഞ്ഞ് ഈവൻ നിങ്ങൾക്ക് ഒരു കരിയർ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി, യെസ്, ബി വിത്ത് യു. ഞങ്ങളുടെ ഫോൺ നമ്പർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടില്ലേ? നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ തരാൻ തയ്യാറാണ്. കോൺടാക്ട് ചെയ്യാം, നിങ്ങളെ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ മക്കളെ, നമുക്ക് ഞാൻ ഈ പറഞ്ഞ 2 സെനാരിയോയിലേക്ക് ഒന്ന് പോകാം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, എഡ്യൂക്കേറ്റർ ലേണിങ്ങിന് മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെനാരിയോ എടുക്കാം. റൈറ്റ് നൗ നിങ്ങളുടെ സ്കോർ ഒരു 500+ ആണെന്ന് വിചാരിക്കുക. മോക്ക് സീരീസ് എഴുതുന്ന നിങ്ങളുടെ സ്കോർ 500+ ആണ്. അപ്പൊ മക്കളെ, എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരു കുട്ടിക്ക് ഒരു മോക്ക് സീരീസിന് 500+, 500+ സ്കോർ കിട്ടണമെങ്കിൽ ആവറേജ് ഒരു 300 മാർക്ക് ബയോളജിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആവറേജ് ആണ്, എക്സാക്ട് ഇതൊന്നും ആയിരിക്കത്തില്ല. എന്നാലും ആവറേജ് 500 സ്കോർ കിട്ടുന്ന ഒരാൾക്ക് ഒരു 90% കുട്ടിക്കും 300+ സ്കോർ വരുന്നത് ബയോളജിക്കായിരിക്കും. ഒരു 120+ സ്കോർ വരുന്നത് കെമിസ്ട്രിക്കും, ഒരു 80+ സ്കോർ ആണ് ആവറേജ്. ഏതാണ്ട് ഈ ഒരു റേഞ്ച്, എക്സാക്ട് ഇതാണെന്നല്ല ഞാൻ പറയുന്നത്, ഏതാണ്ട് ഈ ഒരു റേഞ്ച് വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് 500+ കിട്ടുന്നത്. നമ്മളുടെ ആഗ്രഹം എന്താ? ഈ 500 ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റെപ്പ് അതായിരിക്കണം. ഈ 500നെ ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് 600+ലേക്ക് എത്തിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നതിൽ നിന്നും ഒരു 100 മാർക്ക് കൂട്ടാൻ പറ്റണം എന്നുള്ളതാണ്. ഈ 100 മാർക്ക് കൂട്ടാനുള്ള ഏറ്റവും ഈസി മെത്തേഡ്, ആ 100 മാർക്കിനെ നമുക്ക് ഇവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവർക്ക് ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. കാര്യം എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ റാങ്ക് ഒരു ലിമിറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ സ്കോർ ഒരു ലിമിറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന സബ്ജക്ട് ബയോളജിയാണ്. പക്ഷെ നിങ്ങൾ ഏത് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് ഫിസിക്സാണ്. എഴുതി വെച്ചു, അതങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതാണ്ട് 100+ സ്കോറിലേക്ക് എത്താൻ പറ്റണം. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 50 മാർക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം. ഒരു 30 മാർക്ക് നിങ്ങൾക്ക് ഇതിലേക്കും ഒരു 20 മാർക്ക് നിങ്ങൾക്ക് ഇതിലേക്കും ആഡ് ഓൺ ചെയ്യാൻ പറ്റിയാൽ മതി. പ്ലസ് 50+, ഒരു 30+, ഒരു 20+. ഇത് 50+ പറ്റത്തില്ല, ബയോളജി ഒരു 50 വാങ്ങിയാൽ മതി. ഇതൊരു 30+, ഇതൊരു 20+ലേക്ക് എത്തിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് 350ലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് 150ലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഇത് 100+ലേക്കെങ്കിലും മിനിമം നിങ്ങൾ സ്കോർ ചെയ്യണം. ഞാനിത് ഇങ്ങനെ പറയാനുള്ള റീസൺ, ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. ഫിസിക്സ് അധ്യാപകനായ ഞാൻ നിങ്ങളോട് പറയുന്നത് ഫിസിക്സ് 100+ വാങ്ങാനാണ്. അത് പറഞ്ഞത് അതിൽ കൂടുതൽ നമുക്ക് പറ്റാത്തത് കൊണ്ടല്ല. പക്ഷെ നമ്മൾ ഈ 500 എന്ന് പറയുന്ന ഒരു 480, 500, 520 റേഞ്ചിൽ സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങൾ ഫിസിക്സിൽ കുറച്ച് വീക്ക് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫിസിക്സ് മൊത്തം ഇരുന്ന് പഠിച്ച് തീർക്കുക എന്ന ടാർഗറ്റിന് പകരം നിങ്ങൾ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിന്റെയും സ്കോർ കുറച്ച് കൂട്ടുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുക. നമ്മുടെ ഫൈനൽ സ്കോർ ഇതിലേക്ക് മിനിമം നിങ്ങൾ എത്തിക്കണം. 350 റേഞ്ചിലേക്ക് ബയോളജി, 300 കിടക്കുന്ന നിങ്ങൾക്ക് 350 എത്താൻ ഒരു പാടുമില്ല. കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ഇനി മാക്സിമം സമയം ഞാൻ ഇതിനു മുമ്പ് തന്നിട്ടുള്ള സ്ട്രാറ്റജി വെച്ച് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനൊരു 30+ മാർക്ക് കൂടെ ആഡ് ഓൺ ചെയ്യണം. പക്ഷെ ഫിസിക്സ് ആണ് നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ നിങ്ങളോട് 100+ സ്കോർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. മക്കളെ, നമുക്ക് 100+ലേക്ക് എത്താൻ നിങ്ങൾ 25+ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അല്ലേ? സത്യമല്ലേ? നിങ്ങൾ 25-ലധികം ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. മക്കളെ, മൊത്തം നമുക്ക് 45 ക്വസ്റ്റ്യൻ ഉണ്ടടാ. ഈ 45 ക്വസ്റ്റ്യനിൽ 25 ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കൂ. കാരണം എന്താ? ഏതാണ്ട് 18ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ടാർഗറ്റ് 25. അതില് 15 തൊട്ട് 18 ക്വസ്റ്റ്യൻ വരെ നമുക്ക് +2 പാർട്ട് 1 കിട്ടും. കിട്ടുമെന്നേ. ഏതാണ്ട് 8 തൊട്ട് 10 വരെ ക്വസ്റ്റ്യൻ +1 പാർട്ട് 1 കിട്ടും. ഞാൻ ഇതൊക്കെ ഒരു റേഞ്ച് ആണ് പറയുന്നത്. എക്സാക്ട് ഈ നമ്പർ ഒന്നും ഈ വർഷം വരുത്തില്ല. എന്നാലും അപ്രോക്സിമേറ്റ് നമുക്കൊരു 8 ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിച്ചു. എത്രയായി? 18ഉം 8ഉം 26 അല്ലേ?
അതായത് നമ്മുടെ ഈ ടാർഗറ്റിലേക്ക് എത്താൻ നിങ്ങൾ +2 പാർട്ട് 1ഉം +1 പാർട്ട് 1ഉം ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. പക്ഷെ ആ പഠിക്കുന്നത് അൾട്ടിമേറ്റ് പഠിച്ചാലേ ഇത് മൊത്തം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ മേ ബി നമ്മൾ അത് അൾട്ടിമേറ്റ് പഠിച്ചിട്ടുണ്ടോ ഉണ്ടാവണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഈ 18 ക്വസ്റ്റ്യൻ അല്ലെ 16 ക്വസ്റ്റ്യൻ ചോദിച്ചു മൊത്തം ചെയ്യാൻ പറ്റിയെന്ന് നിർബന്ധമില്ല. 8 ക്വസ്റ്റ്യൻ ചോദിച്ചു ചിലപ്പോൾ നിങ്ങൾ 6 ചെയ്യത്തുള്ളായിരിക്കും. കുഴപ്പമില്ല, അപ്പുറത്ത് 2 ടെക്സ്റ്റ് ബുക്ക് കൂടെ കിടക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ് ആറ്റം, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ. പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഹീറ്റ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി പോലത്തെ ചാപ്റ്ററുകൾ, ഓസിലേഷൻ വേവ്. അപ്പൊ അങ്ങനത്തെ ചാപ്റ്ററുകൾ കൂടെ ചെറിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചെറുതല്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷെ ആദ്യം നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ ഈ സ്കോർ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ഈ സ്കോർ ലിസ്റ്റിലേക്ക് പോകാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മക്കളെ, ഞാൻ എപ്പോഴും വീഡിയോസിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ എഗെയിൻ പറയുന്നു, ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് വേണ്ടിയാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 9995656816 ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ട്, പഠിക്കുന്നതിനെ പറ്റി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വോയിസ് നോട്ട് അയക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ചോ, ഒരു പ്രശ്നമില്ല, ഞാനായിരിക്കും ഫോൺ എടുക്കുന്നത്. സാധാരണ ഓഫീസിൽ വേറെ ആൾക്കാരും എടുക്കാറുണ്ട്. പക്ഷെ ഈ വരുന്ന അടുത്ത നീറ്റ് എക്സാം വരെ ആ ഫോൺ ഞാൻ എന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. റൈറ്റ് നൗ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചോ, എന്നാൽ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. വിളിക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, കാര്യം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പാടായി പോകുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. നിങ്ങൾ വാട്സാപ്പിൽ ഒരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു പ്രശ്നമില്ല, നമുക്ക് സെറ്റ് ആക്കാം. പക്ഷെ നിങ്ങൾ ഈ സ്കോറിൽ നിന്ന് ഈ സ്കോറിലേക്ക് എത്താൻ മിനിമം ഈ ഒരു പ്ലാൻ ചെയ്യുക. അതാണ് 500+ മാർക്ക് വാങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത സെനാരിയോ എന്ന് പറയുന്നത്, നീറ്റിന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, ഡോക്ടർ ആവണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മുടെ സ്കോർ നിൽക്കുന്നത് ഒരു 300+ ആണെന്ന് വിചാരിക്കുക. 300, 350, 320 റേഞ്ചിൽ അങ്ങനെ നിൽക്കുകയാണ് മിക്ക മോക്ക് സീരീസിന്. എനിക്കറിയാം, ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ഈ റേഞ്ചിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, സക്സസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. അല്ലാതെ ഒറ്റയടിക്കെടുത്ത് നേരെ മുകളിലോട്ടൊന്നും ചാടാൻ പറ്റത്തില്ല, മൂടും കുത്തി താഴെ കിടക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ മാർക്ക് ഇപ്പോൾ 300+ ആണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 500+ ആയിരിക്കണം. തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ സെനാരിയോയിൽ നിൽക്കുന്നവർ എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് നിങ്ങൾ ആദ്യം എത്താൻ ശ്രമിക്കുക. ആദ്യം മക്കള് 300-ന്ന് 500 എത്തട, എന്നിട്ടല്ലേ 600, 650. അല്ലേ? സത്യമല്ലേ? ആദ്യം നമുക്ക് ഇരിക്കാം, പിന്നല്ലേ കിടക്കാൻ പറ്റൂ. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കൂ. അതായത് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പോലും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ്, ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ റീസൺ. എനിക്ക് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സർ റൈറ്റ് നൗ എന്റെ സ്കോർ 380 ആണ്, റൈറ്റ് നൗ എന്റെ സ്കോർ 360 ആണ്, റൈറ്റ് നൗ എന്റെ സ്കോർ 300+. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്തു. ആ കാരണത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ആ വിളിച്ച മുഴുവൻ ആൾക്കാരോട് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ 500ലേക്ക് നിങ്ങളെ ആദ്യം ബൂസ്റ്റ് ചെയ്യാനാണ്. അല്ലാതെ നീറ്റ് സ്കോർ കിട്ടാൻ വേണ്ടി 600ലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് പറ്റില്ലെന്നല്ല, പറ്റും. 500 കഴിഞ്ഞല്ലേ 600, അത് സത്യമല്ലേ? അപ്പൊ ആദ്യം നിങ്ങൾ എവിടെ എത്തണം? 500+ലേക്ക് നിങ്ങൾ എത്തുക. 500+ലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ പുഷ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ സെനാരിയോ ആണ് നിങ്ങൾ നോക്കേണ്ടത്. പക്ഷെ ആദ്യം നിങ്ങൾ നിങ്ങളെ ഇവിടെ എത്തിക്കണം. മക്കളെ, 500 ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കുക, നിങ്ങളുടെ റൈറ്റ് നൗ ടാർഗറ്റ് ഈ റേഞ്ചിൽ കിടക്കുന്ന ആൾ ആദ്യം ഇവിടെ എത്തും. ഇവിടെ എത്തണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബയോളജിക്ക് നിങ്ങൾ 300+ ആയിരിക്കണം. ക്ലിയർ? ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ കെമിസ്ട്രി 120+ഉം ഈവൻ 80+ റേഞ്ചിൽ എത്തിയാൽ മതി. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ 500+. ഇനിയും ഇത് 120, 80 എന്നൊന്നും സ്പ്ലിറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഫിസിക്സും നിങ്ങൾ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളാണ്, കെമിസ്ട്രിയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് 2 കൂടി 200 മാർക്ക് വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കുക. 2 കൂടെ 200 വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കുക. 2 കൂടെ 200 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ഫിസിക്സിനും ചെയ്യേണ്ട മാർക്ക് 100 ആണ്. അതേപോലെ തന്നെ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് വേണ്ട മാർക്ക് 100 ആണ്. ഇത് സ്കോർ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ആണ് ഫ്രം ഈച്ച് സബ്ജക്ട്. ഓരോ സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ശരിയാക്കിയാൽ മതി. അതായത് 300+ൽ നിൽക്കുന്ന മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത നീറ്റിന്റെ മോക്ക് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ 300+ നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത മോക്ക് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അടുത്ത 2, 3, 4 മോക്ക് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് അറ്റ് എനി കോസ്റ്റ് 25 ക്വസ്റ്റ്യൻ ചെയ്യും, കെമിസ്ട്രി അറ്റ് എനി കോസ്റ്റ് 25 ക്വസ്റ്റ്യൻ ചെയ്തിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. അല്ലാതെ
ഇപ്പോഴും എനിക്കറിയാം 300+ നിൽക്കുന്ന നിങ്ങൾ ഫിസിക്സ് 40 ക്വസ്റ്റ്യനും 38 ക്വസ്റ്റ്യനും ചെയ്യുന്നുണ്ട്. സത്യമല്ലേ ഞാൻ ഈ പറയുന്നത്? നിങ്ങൾ 35+ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ 40 ക്വസ്റ്റ്യൻ അടുത്ത് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്തിന്? നിങ്ങളുടെ സ്കോർ 300+ ആണെങ്കിൽ നിങ്ങൾ എന്തിന് ഈ 35 ക്വസ്റ്റ്യനും 40 ക്വസ്റ്റ്യനും ചെയ്യാൻ നിൽക്കുന്നത്? അറിയാമെങ്കിൽ ചെയ്യണം, ചെയ്യണ്ടെന്നല്ല. പക്ഷെ 300+ലാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് അത്രയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിൽ നെഗറ്റീവ് മാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങൾ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, 25 ക്വസ്റ്റ്യൻസ് ഫ്രം ഫിസിക്സ്, 25 ക്വസ്റ്റ്യൻസ് ഫ്രം കെമിസ്ട്രി ചൂസ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കൂ. ആൻഡ് ഓൾസോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ബയോളജിക്ക് നിങ്ങൾ 300+ സ്കോർ, ഇത് ടോട്ടൽ 300 ആണ്. അത് നമുക്ക് ബയോളജിക്ക് തന്നെ കിട്ടണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. അതിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം. നിങ്ങൾ ആലോചിക്കണം മക്കളെ, നമ്മുടെ സ്കോർ ഇപ്പോഴും 300+ ആണെങ്കിൽ ബയോളജി മാത്രം ഉണ്ട് 360 മാർക്ക്. സ്റ്റിൽ നമ്മുടെ മാർക്ക് 300+ ആണെങ്കിൽ അതിന്റെ അർത്ഥം ബയോളജി തന്നെ നമ്മൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. സോ ബയോളജി ആദ്യം നിങ്ങൾ ബയോളജി 300ലേക്ക് സെറ്റ് ചെയ്ത് ഈ 2 സ്കോർ ഇതിലേക്കും സെറ്റ് ചെയ്യാനുള്ള പണിയെടുക്കുക. ക്ലിയർ? അപ്പം നമ്മുടെ ചാപ്റ്ററിന്റെ വെയിറ്റേജ് മനസ്സിലാക്കി, ആ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാര്യമായിട്ട് പഠിച്ചോ, കഷ്ടപ്പെട്ട് പഠിച്ചോ. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ എഫേർട്ട് കൊടുക്കുക മക്കളെ. ഞാൻ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറയാം. ഹുസൈൻ ബോൾട്ടിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. 2004 ഒളിമ്പിക്സിൽ അദ്ദേഹം 100 മീറ്റർ റണ്ണില് എനിക്ക് തോന്നുന്നു എത്രാമത്തെ പൊസിഷനാന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ കുറെ അത്ലറ്റ്സുകളുടെ പുറകിലായിരുന്നു അദ്ദേഹം. 2004 ഒളിമ്പിക്സിൽ, 2008 ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, വേൾഡ് റെക്കോർഡായ 9.53 or 58, കൃത്യം ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി, 9 something സെക്കൻഡാണ് ഈ വേൾഡ് റെക്കോർഡ് ഇടാൻ. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ, 9 സെക്കൻഡ് ഓടാൻ വേണ്ടി 4 വർഷമാണ് പ്രാക്ടീസ് ചെയ്തത്. ആലോചിച്ച് നോക്കി, വെറും 9 സെക്കൻഡ് ഓടാൻ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത് 4 വർഷമാണെങ്കിൽ ജീവിതകാലം മൊത്തം ഡോക്ടറായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് പണിയെടുത്തുകൂടെ? എനിക്കിത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കഷ്ടപ്പെടുക, രക്ഷപ്പെടും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.